എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാൾ 3 ഓഹരികളിൽ ഒരു ബുള്ളിഷ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഓഹരികളിലും മികച്ച നേട്ടങ്ങളാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബ്രോക്കറേജിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്നിവയാണ് വരും വർഷങ്ങളിൽ മികച്ച വളർച്ച നേടും എന്നവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 ഓഹരികളുടെയും വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഫെഡറൽ ബാങ്കാണ്. അതായത് ആസ്തി വൈവിധ്യവൽക്കരണത്തിലും കാര്യക്ഷമതയിലും ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മാക്രോ വെല്ലുവിളികളെ നേരിടാൻ സഹായിച്ചതായി ബ്രോക്കറേജ് എടുത്തു പറയുന്നുണ്ട്. തുടർച്ചയായി ബാധ്യത ഒപ്റ്റിമൈസേഷൻ, മെച്ചപ്പെട്ട ആസ്തി മിശ്രിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, നിയന്ത്രിത ക്രെഡിറ്റ് ചെലവ് എന്നിവയിലൂടെ ബാങ്ക് മെച്ചപ്പെട്ട ലാഭക്ഷമതയിലേക്കുള്ള പാതയിലാണെന്നാണ് ബ്രോക്കറേജ് പറയുന്നത്. ഫെഡറൽ ബാങ്ക് 2027 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 1.2x എന്ന ബുക്ക് വാല്യൂവിലാണ് വ്യാപാരം നടത്തുന്നത്. ഇത് ആകർഷമായി മോത്തിലാൽ ഓസ്വാൾ കാണുന്നുണ്ട്. 2027 സാമ്പത്തിക വർഷം ഫെഡറൽ ബാങ്ക് 1.2% ROA നൽകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. 2028 സാമ്പത്തിക വർഷത്തിൽ 1.3% എന്ന നിലയിൽ കൂടുതൽ പുരോഗതി കാണപ്പെടും എന്നും കമ്പനിയുടെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. ടാർജറ്റ് വില നോക്കിക്കഴിഞ്ഞാൽ NSEയിൽ ഏകദേശം ഇത് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 195, 197 ആ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഏകദേശം 1.3% ആണ് ഇതിന് വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 6 മാസത്തിനിടെ ഏകദേശം 7% മുന്നേറ്റം ബാങ്ക് നേടിയിട്ടുണ്ട്. ടാർജറ്റ് വില അവർ പറയുന്നത് 235 രൂപയാണ് പറയുന്നത്. അപ്പോൾ നിലവിലത്തെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം 19% ഉയർച്ചയാണ് ടാർജറ്റ് വിലയിലേക്ക് ഉള്ളത്. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് മൊത്തം നിഷ്ക്രിയ ആസ്തികൾ 3.78% ആയും അറ്റ നിഷ്ക്രിയ ആസ്തികൾ 0.38% കുറഞ്ഞുവെന്നും PCR 90.3% ആയും മെച്ചപ്പെട്ടുവെന്നും ബ്രോക്കറേജ് പറയുന്നുണ്ട്. അതായത് 14 ബേസിസ് പോയിന്റ് നിയന്ത്രിത ക്രെഡിറ്റ് ചെലവുകൾക്കൊപ്പം ഈ മെച്ചപ്പെടുത്തലുകൾ വരുമാന സ്ഥിരതയിൽ ആത്മവിശ്വാസം നൽകുന്നതായിട്ടും പറയുന്നുണ്ട്. ബ്രോക്കറേജ് റിപ്പോർട്ട് അനുസരിച്ച് ഉയർന്ന ഒപെക്സും ഒറ്റത്തവണ നേട്ടങ്ങളും ബാങ്കിൻ്റെ ഹ്രസ്വകാല ലാഭക്ഷമതയെ ബാധിക്കുന്നുണ്ട്. പക്ഷേ സ്ഥിരമായ വായ്പാ വളർച്ച, ചെലവ് അനുപാതങ്ങൾ കുറയ്ക്കുന്നതിലെ പുരോഗതി, സ്ഥിരമായ ആസ്തി ഗുണനിലവാര നേതൃത്വം എന്നിവ നേട്ടമാണെന്നാണ് പറയുന്നത്. ടാർജറ്റ് വില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 112, 115 ലെവലിലാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5% നേട്ടം ഉണ്ടാക്കാനായിട്ട് ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6% നേട്ടവും ബാങ്കിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. 130 രൂപയാണ് അവർ ടാർജറ്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറണ്ട് റേറ്റിനേക്കാളും 15% മുകളിലാണ് ഈ 130 രൂപ. അടുത്തത് പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ആണ്. ദീർഘകാലാടിസ്ഥാനത്ത് ഡിമാൻഡ് കുറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കമ്പനി കടന്നു പോകുന്നതെങ്കിലും ശേഷി വികസനവും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം കാരണം ഘടനാപരമായി ശക്തമായി തുടരുന്നുവെന്നാണ് ബ്രോക്കറേജ് പറയുന്നത്. ബീഹാറിലെ ബെഗുസാരായി പ്ലാന്റ് കമ്മീഷൻ ചെയ്തതാണ് പ്രധാന ആകർഷണം. ഈ പ്ലാന്റ് 2027 സാമ്പത്തിക വർഷത്തിൽ 60 അല്ലെങ്കിൽ 65% ഉപയോഗത്തിൽ പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് കിഴക്കൻ ഇന്ത്യയിൽ കമ്പനിയുടെ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ടാർജറ്റ് വില അവർ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 335, 340 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ നേരിയ ഒരു മുന്നേറ്റം മാത്രമേ ഓഹരിക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഒരു മാസ കാലാവധി നോക്കുമ്പോൾ വെറും 2% വളർച്ചയുടെ നേടിയിട്ടുള്ളത്. അപ്പോൾ 440 രൂപയാണ് ഇവർ ടാർജറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് കറണ്ട് റേറ്റിൽ നിന്നും 31% മുകളിലാണ് ഈ ടാർജറ്റ് വില. അപ്പോൾ ഇത്രയുമാണ് 3 ഷെയർ മോത്തിലാൽ ഓസ്വാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ഡാറ്റകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ്. അപ്പോൾ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത്. നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്തിട്ടോ നിങ്ങളുടെ ബ്രോക്കറായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ മാത്രമേ ഇതിലൊരു ബൈസൽ റെക്കമെൻഡേഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വന്ന കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.